celiac disease, tropical sprue, and duodenal atresia. ഞാൻ ആദ്യം celiac disease വെച്ച് തുടങ്ങാവേ. ഓക്കെ, ഹലോ ആരില്ലേ? ഹലോ, എല്ലാരും ഉണ്ട്. ഓക്കെ ഓക്കെ. celiac disease, നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? വൈറ്റ് ബോർഡ് കാണാൻ തുടങ്ങി. ഓക്കെ ഓക്കെ. celiac disease അപ്പൊ ഇത് മെയിൻലി ഒരു മാലബ്സോർപ്ഷൻ സിൻഡ്രോം ആണ്. അപ്പൊ നമുക്ക് ആദ്യം വാട്ട് ഇസ് മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്തെന്ന് അറിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. മാലബ്സോർപ്ഷൻ സിൻഡ്രോമിന്റെ ഷോർട്ട് ഫോം ആണ് MAS. ഓക്കെ, ആ വേർഡ് പറഞ്ഞ പോലെ തന്നെ ഇംപയർഡ് ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ. ഇൻറ്റസ്റ്റൈൻ പൊതുവെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ഓർഗൻ അല്ലേ, പക്ഷെ പ്രോപ്പർ ആയിട്ട് അബ്സോർപ്ഷൻ നടക്കാതെ വരുന്ന അസുഖമാണ് മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫാറ്റ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്, മിനറൽസ് ഇതൊന്നും പ്രോപ്പർ ആയിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് തരത്തില് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് മാലബ്സോർപ്ഷൻ സിൻഡ്രോം. പ്രൈമറി മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് മീൻസ് ആ പറയുന്ന ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ സർഫസിന്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എൻസൈംസിന്റെ ഡെഫിഷ്യൻസിയോ മൂലം മാലബ്സോർപ്ഷൻ ഉണ്ടാവുന്നതാണ് പ്രൈമറി, ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ. സെക്കൻഡറി എന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഡ്രഗ്സോ പ്രയർ സർജറിയോ മൂലം അബ്സോർപ്ഷൻ ഇമ്പയർമെന്റ് വരുന്നതാണ് സെക്കൻഡറി. അപ്പം എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സീലിയാക് ഡിസീസും ട്രോപ്പിക്കൽ സ്പ്രൂ, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വിപ്പിൾസ് ഡിസീസ് ഒക്കെ പ്രൈമറി മാലബ്സോർപ്ഷൻ സിൻഡ്രോമിനകത്ത് വരുന്നതാണ്. സെക്കൻഡറി മാലബ്സോർപ്ഷൻ സിൻഡ്രോമിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രഗ്സ് ലൈക്ക് മെത്തോട്രെക്സേറ്റ്, നിയോമൈസിൻ ഇതിനൊക്കെ മാലബ്സോർപ്ഷൻ സിൻഡ്രോം ഉണ്ടാക്കാം. അതുപോലെ ഡിസീസ് ലൈക്ക് ട്യൂബർക്യുലോസിസ്, ഒരു മിനിറ്റ്, സോറി എന്റെ വീട്ടിൽ ഭയങ്കര ബഹളം അതുകൊണ്ടാട്ടോ. ഇപ്പൊ സെക്കൻഡറിയില് ഡ്രഗ് methotrexate, neomycin, disease like tuberculosis, lymphoma, all these causes secondary malabsorption syndrome. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി സീലിയാക് ഡിസീസിലോട്ട് പോവാണ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മാലബ്സോർപ്ഷൻ സിൻഡ്രോമിന്റെ ഒരു ഡിസീസാണ്. പ്രൈമറി മാലബ്സോർപ്ഷൻ സിൻഡ്രോമിനകത്ത് വരുന്ന ഒരു ഡിസീസാണ് സീലിയാക് ഡിസീസ്. ഓക്കെ, ഇനി ഇതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ആണ്. ജനറ്റിക് അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ജീൻസിലോ ക്രോമോസോമിലോ ഒക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസാണ്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദർ ഇസ് സെൻസിറ്റിവിറ്റി ടു ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അത് ചില ആഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ, ഗ്ലയാഡിൻ പോലുള്ള, ഗ്ലൂട്ടന്റെ വേറൊരു ഡെറിവേറ്റീവ് ആണ് ഗ്ലയാഡിനും. അപ്പൊ അത് അടങ്ങിയിരിക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമ്പയർമെന്റ്, മാലബ്സോർപ്ഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി അവർക്കൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ മാലബ്സോർപ്ഷൻ ഡെവലപ്പ് ചെയ്യും. അതാണ് സീലിയാക് ഡിസീസ്. അപ്പൊ ബേസിക്കലി അറിഞ്ഞിരിക്കണം, ഗ്ലൂട്ടന്റെ സെൻസിറ്റിവിറ്റി ഡിസീസ് ആണ് സീലിയാക് ഡിസീസ്. അപ്പൊ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ആഹാരം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വീറ്റ്, ബാർലി, റൈ പോലുള്ള ആഹാരങ്ങളിലാണ് ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സീലിയാക് ഡിസീസ് ഏറ്റവും കാണുന്നത്, ഏറ്റവും കൂടുതൽ ട്വൈസ് ഫോൾഡ് എന്നാണ് പറയുന്നത്, ഫീമെയിൽസിലാണ് കാണുന്നത്. കുട്ടികളില് ഈ വീനിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ആഹാരം കൊടുത്ത്, ഈ പറയുന്ന ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ആഹാരം കൊടുത്ത് തുടങ്ങുമ്പോഴാണല്ലോ റിയാക്ഷൻ വരുന്നത്. അപ്പൊ വീനിങ്ങിന് ശേഷമാണ് കൊച്ചുകുട്ടികളിൽ ഈ അസുഖം കാണുന്നത്. അഡൾട്ടില് അവരുടെ 3rd or 4th ഡെക്കേഡ് ഓഫ് ലൈഫിലാണ് ഈ ഡിസീസ് സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഇനി കൊച്ചു കുട്ടികളിലെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ഡയേറിയ, 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്രോണിക് ഡയേറിയ എന്ന് പറയുന്നത് സീലിയാക് ഡിസീസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പത്തോഫിസിയോളജി ആണ്.
പാത്തോഫിസിയോളജിയാണ്. ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ആണ്. സോ ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് HLA-DQ8 അല്ലെങ്കിൽ HLA-DQ2. ഇതുമായിട്ട് ഈ പറയുന്ന ആന്റിജൻ റെപ്രസെന്റിങ് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ് ഈ അസുഖം, HLA-DQ8 അല്ലെങ്കിൽ HLA-DQ2. ആൻഡ് ഓൾസോ ഫെമിലിയൽ ഇൻസിഡൻസും കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാത്തോഫിസിയോളജി നമുക്ക് ഇതുവരെ കറക്റ്റ് ആയിട്ട് ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ 2 ഹൈപ്പോത്തസിസ് ആണ് ഇതിന് വെക്കുന്നത്. ജസ്റ്റ് ഒരു ഹൈപ്പോത്തസിസ്, 2 തിയറീസ് മാത്രമേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് എൻ്റയർ പാത്തോഫിസിയോളജി നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്താണ് അതെന്ന് മനസ്സിലായോ ഇതുവരെ? ഹലോ, അപ്പം 2 എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൂട്ടൻ ചെല്ലുന്നു. ഈ ഗ്ലൂട്ടൻ ചെന്ന് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. ആ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ മ്യൂക്കോസൽ ഡാമേജ് കോസ് ചെയ്യുന്നു, വിച്ച് ഇൻഡയറക്ട്ലി റിസൾട്ട്സ് ഇൻ മാലബ്സോർപ്ഷൻ. ഇതാണ് ഒരു തിയറി. ഇതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ തിയറി. ഇനി രണ്ടാമതൊരു തിയറി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ നമ്മളെ പോലുള്ളവർക്ക് ഈ ഗ്ലൂട്ടൻ കഴിച്ചാലും അതിന്റെ ടോക്സിക് ഇഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യുന്ന ആന്റിബോഡീസ് അല്ല എൻസൈംസ് നമ്മുടെ മ്യൂക്കോസൽ സെൽസിലുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ജനറ്റിക് അബ്നോർമാലിറ്റി ഉള്ളവരില് ആ എൻസൈംസ് കാണൂല. അപ്പൊ ഇത് ഏത് എൻസൈം ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അത് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാരണമാകാം എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കൊക്കെ ഇങ്ങനെ ഒരു ടോക്സിക് ഇഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ജനറ്റിക്കലി തന്നെ ഉള്ളവർക്ക് ഈ പറയുന്ന ന്യൂട്രലൈസ് ചെയ്യുന്ന എൻസൈം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഇത് ഗ്ലൂട്ടന്റെ ടോക്സിക് ഇഫക്റ്റ് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് മെയിൻലി 2 ഹൈപ്പോത്തിസിസ്. ഉണ്ടോ? ഇനി ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുൾ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ബോഡിയിൽ നമുക്ക് 2 ആന്റിബോഡീസ് കാണാൻ പറ്റും. IgA ആന്റിഗ്ലയാഡിൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലയാഡിൻ ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ഗ്ലൂട്ടൻ. ഇതാണ് IgA ആന്റിഗ്ലയാഡിനും IgA ആന്റി എൻഡോമൈസിയൽ ആന്റിബോഡി. IgA ആന്റി എൻഡോമൈസിയൽ ആന്റിബോഡി. ഇത് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരത്തിൽ വളരെ കൂടുതലായിട്ടുള്ള അളവുകളിൽ കാണും ഈ ആന്റിബോഡീസ്. അപ്പൊ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഈ ആന്റിബോഡീസിന്റെ നമ്മൾ അസേ നോക്കും. അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് എ ഡയഗ്നോസിസ് ഓഫ് സീലിയാക് ഡിസീസ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത് കൂടാതെ വേറൊരു ആന്റിജൻ ഉണ്ട്. അതിന്റെ അളവും ഈ പറയുന്ന സീലിയാക് ഡിസീസിൽ കൂടുതലാണ്. അതിന്റെ പേരാണ് ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ്. ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ്, TTG എന്നാണ് പറയുന്നത്. ഇതിന്റെ അളവും ബോഡിയിൽ കൂടുതലായിരിക്കും. TTG, ഇത് ഓർത്തിരിക്കണേ, ഇത് ഇമ്പോർട്ടന്റ്. TTG ഇതിങ്ങനെയാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ പാത്തോഫിസിയോളജി. ഫിസിയോളജി. ഇനി പാത്തോളജി എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് അനാലിസിസ് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അതറിയണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മ്യൂക്കോസൽ സർഫസിന് ഡാമേജ് വരും മാലബ്സോർപ്ഷനിൽ. അപ്പോൾ മ്യൂക്കോസൽ സർഫസ്, ഇന്റസ്റ്റൈനൽ മ്യൂക്കോസൽ സർഫസിൽ എന്താ ഉള്ളത്? വില്ലേ. ഓക്കെ, അപ്പോൾ വില്ലസ് അട്രോഫി ഉണ്ടാവും. അപ്പൊ നമുക്ക് നോർമലി നമുക്കറിയാം ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയില് വില്ലസ് ഉണ്ട്. അതിനെ കവർ ചെയ്ത് ടോൾ കോളംനാർ സെൽസ് ഉണ്ട്. പിന്നെ അതിന്റെ ലാമിനാർ പ്രോപ്രിയയിൽ ലിംഫോസൈറ്റ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയുടെ ലാമിനാർ പ്രോപ്രിയയുടെയും സ്ട്രക്ചർ. എന്ന് വെച്ചാൽ മ്യൂക്കോസയിലാകുമ്പോൾ വില്ലയുണ്ട്, അതിനെ കവർ ചെയ്ത് ടോൾ കോളംനാർ സെൽസ് ഉണ്ട്, ലാമിനാർ പ്രോപ്രിയയിൽ ലിംഫോസൈറ്റ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇങ്ങനെയുള്ളൊരു മാലബ്സോർപ്ഷൻ മ്യൂക്കോസൽ ഡാമേജ് വരുമ്പോൾ ഈ വില്ല എന്ത് ചെയ്യും? കുറയും. അതിങ്ങനെ ബ്രോഡ് ആവും. അതിനോട് ചേർന്നിരിക്കുന്ന മറ്റു വില്ലയുമായിട്ട് ഇത് ഫിക്സ് ആവും, അടുങ്ങി ചേരും. അപ്പൊ ആ ഒരു ടോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് നഷ്ടപ്പെടും. എന്നിട്ട് ഇതിങ്ങനെ അടുങ്ങി ആ വില്ലസ് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് വരും.
അതാണ് വില്ലസ് അട്രോഫി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ മാറി അത് ഫ്ലാറ്റൻ ചെയ്ത് വരുന്നതാണ് വില്ലസ് അട്രോഫി. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, ഇത് സോറി ഞാൻ മൊത്തം വരച്ച് നശിപ്പിച്ച്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിപ്പോ വില്ലസ് അട്രോഫി തന്നെ പാർഷ്യലും ഉണ്ട്, സബ് ടോട്ടൽ ഓർ ടോട്ടലും ഉണ്ട്. പാർഷ്യൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഫ്ലാറ്റൻ, ഫുൾ ആയിട്ട് ഫ്ലാറ്റൻ ആവില്ല, കുറച്ചൊരു കൺവല്യൂഷൻ പോലെ ബ്രോഡ് ആൻഡ് ഷോർട്ട് ആയിട്ട് ഇങ്ങനെ കാണും. മനസ്സിലായോ? ടോട്ടൽ വില്ലസ് അട്രോഫിയിൽ അതങ്ങ് ഫ്ലാറ്റൻ ആവും, മ്യൂക്കോസ ഫുള്ളി ഫ്ലാറ്റൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന്റെ ലാമിന പ്രോപ്രിയയില് പ്ലാസ്മ സെൽസ് ഒരുപാട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ മൈക്രോസ്കോപ്പിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ്. ഒന്നെങ്കിൽ പാർഷ്യൽ അല്ലെങ്കിൽ സബ് ടോട്ടൽ വില്ലസ് അട്രോഫി പ്ലസ് ലാമിന പ്രോപ്രിയയില് ഇൻക്രീസ്ഡ് പ്ലാസ്മ സെൽ ഇൻഫിൽട്രേഷൻ. മനസ്സിലായോ? ഇതിന്റെ പാത്തോഫിസിയോളജി. സോ ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷനും പാത്തോഫിസിയോളജിയും. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ? ഓക്കെ, ഇനി അടുത്തതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് വെച്ചാൽ തന്നെ എന്താ, നമ്മുടെ ബോഡിയിലുള്ള പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസിനൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കിപ്പോ പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒന്നും അബ്സോർബ് ആവാതെ, ഫാറ്റ് ആണ് എസ്പെഷ്യലി ഫാറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫാറ്റ് ഒന്നും അബ്സോർബ് ആവാതിരിക്കുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം എന്താ പറ്റുക. ഫാറ്റ് അബ്സോർബ് ആവാതിരിക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റൂൾസിലൂടെ എക്സ്ക്രീറ്റ് ആവും. അപ്പൊ ഫാറ്റ് ഇൻ സ്റ്റൂൾസിനെ പറയുന്ന പേരെന്താ? സ്റ്റിയറ്റോറിയ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ ആണ് ബൾക്കി ഫൗൾ സ്മെല്ലിംഗ് സ്റ്റൂൾസ് അല്ലെങ്കിൽ സ്റ്റിയറ്റോറിയ. ഫാറ്റ് ഇൻ സ്റ്റൂൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് സ്റ്റിയറ്റോറിയ. പിന്നെന്താ, പിന്നെ ഇങ്ങനെ പ്രോട്ടീൻസ് ഒന്നും അബ്സോർബ് ആവാതിരിക്കുമ്പോൾ മസിൽ വേസ്റ്റിംഗ്, ഡീഹൈഡ്രേഷൻ, എന്താണ് മാൽനറിഷ്ഡ് ലുക്ക്, ഇങ്ങനെയുള്ളത് വരും. അനോറെക്സിയ അങ്ങനെയുള്ളത്. പിന്നെ അൾസറേഷൻസ് ലെവൽ, നന്നായിട്ട് വെയിറ്റും ലോസ് ആവും. ഇപ്പൊ വെയിറ്റ് ലോസ്, പിന്നെ മസിൽ വേസ്റ്റിംഗ്, മാൽനറിഷ്ഡ് ലുക്ക്, ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. കാരണം ന്യൂട്രിയൻസ് അബ്സോർബ് ആവുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡയേറിയ ആണ്. മാൽ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഡയേറിയ ഉണ്ടാവും. പിന്നെ ചില കേസിൽ ക്രോണിക് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ സംഭവിക്കാം. ഡയറിയയും പറയുന്നുണ്ട്, ഒരു ക്രോണിക് ആയിട്ട് സംഭവിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷനും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡീഹൈഡ്രേഷൻ, ഹൈപ്പോടെൻഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ മറ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈ പറയുന്ന സീലിയാക് ഡിസീസ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജനറ്റിക്കൽ ഡിസീസ് ആണ്. അപ്പൊ ഇത് ചില ഡിസീസിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തും കാണാൻ പറ്റും. എക്സാമ്പിൾ Type 1 diabetes mellitus, Type 1 diabetes mellitus, പിന്നെ Sjögren syndrome, Myasthenia gravis, ഇങ്ങനെ സാർക്കോയിഡോസിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തും നമുക്ക് ഈ പറയുന്ന സീലിയാക് ഡിസീസ് കാണാൻ പറ്റും. മോസ്റ്റ്ലി ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്ന അസുഖങ്ങളിലും സീലിയാക് ഡിസീസ് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണ്. എന്തൊക്കെ നമ്മൾ ചെയ്യും? അപ്പോ നമുക്ക് ആദ്യം അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് സ്മോൾ ബവൽ ബയോപ്സി ആണ്. എൻഡോസ്കോപ്പിക് സ്മോൾ ബവൽ ബയോപ്സി ഫുൾ ഫോം എഴുതാൻ ഇതാണ് അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ഒരു പറയുന്നുണ്ട് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മോർ ദാൻ 4 ബയോപ്സീസ് ഫ്രം സെക്കൻഡ് പാർട്ട് ഓഫ് ഡ്യോഡനം പ്ലസ് 1 പാർട്ട് ഓഫ് minimum 4 biopsies from second part of duodenum plus 1 biopsy from duodenal proximal part of duodenum. ഇത്രയും ബയോപ്സി മിനിമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതൊരു ആക്യുറേറ്റ് ഡയഗ്നോസ്റ്റിക് മെഷർ എന്ന് പറയാൻ പറ്റൂ. 4 biopsies from the second part of duodenum and 1 biopsy minimum ആണ് from the proximal part of duodenum. ഇതാണ് ആ ബയോപ്സിയുടെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത്. ഇങ്ങനെ ഇത്ര എടുക്കുമ്പോഴാണ് അഡിക്കേറ്റ് എമൗണ്ട് ഓഫ് ടിഷ്യൂ എടുത്ത് നമുക്ക് ബയോപ്സി ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പത്തോളജിയിൽ പറഞ്ഞ പോലെ വില്ലസ് അട്രോഫി ഒക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ബയോപ്സി. പിന്നെ നമ്മൾ അടുത്തത് ബയോപ്സി കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരിൽ ആന്റിബോഡീസ് കാണും. അപ്പൊ ആന്റിബോഡീസിന്റെ മെഷർമെന്റ്
ആന്റിബോഡീസിന്റെ മെഷർമെന്റും അടുത്തതാണ്. നമ്മൾ ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ ആന്റിബോഡീസ് നമ്മൾ ബോഡിയിൽ അതിന്റെ അസേ നോക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ IgA ആന്റി ഗ്ലയാഡിൻ, IgA ആന്റി എൻഡോമൈസിയൽ ആന്റിബോഡി, ഇപ്പൊ ഞാൻ നേരത്തെ ടിഷ്യൂ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് എന്നൊക്കെ പറഞ്ഞില്ലേ, TTG, ഇതിന്റെയൊക്കെ നമ്മൾ ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് നോക്കുമ്പോൾ ഇതൊക്കെ എലിവേറ്റഡ് ആണെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ആസ് എ ഡയഗ്നോസിസ് ഓഫ് സീലിയാക് ഡിസീസ്. അതാണ് ആന്റിബോഡീസ് അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഹെമറ്റോളജിക്കലി ആൻഡ് ബയോകെമിക്കൽ ഇവാലുവേഷൻ നോക്കും. ബയോകെമിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻസ് മിനറൽസ് ഒന്നും അബ്സോർബ് ആവില്ല. അപ്പോൾ കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ D, വൈറ്റമിൻ K പോലുള്ള വൈറ്റമിൻ B12 ഇതിന്റെയൊക്കെ അളവ് ഒരുപാട് കുറഞ്ഞിരിക്കും, അത് ഡിക്രീസ്ഡ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ വൈറ്റമിൻ B12ന്റെ അളവ് കുറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ലീഡ്സ് ടു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, മാക്രോസൈറ്റിക് അനീമിയ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഹെമറ്റോളജിക്കലി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അനീമിയയുടെ ഫീച്ചേഴ്സും കിട്ടും. അങ്ങനെയാണ് ഹെമറ്റോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രോണിക് ആയിട്ട് ഈ പറയുന്ന അസുഖം നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓസ്റ്റിയോപോറോസിസ്. അതിന്റെ എക്സാക്ട് മെക്കാനിസം പറയുന്നില്ല, പക്ഷെ ഇത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാക്കാം, കാരണം നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിന്റെ അളവൊക്കെ കുറയത്തില്ലേ. അപ്പൊ അങ്ങനെ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ബോൺ ഡെൻസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്നതും ഒരു അതർ ടൈപ്പ് ഓഫ് ഡയഗ്നോസിസ് അല്ല, ഇറ്റ്സ് ആൻ അതർ ഇൻവെസ്റ്റിഗേഷൻ പറയാൻ പറ്റൂ. ഇപ്പൊ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ നമ്മളപ്പോ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ബോൺ ഡെൻസിറ്റി മെഷർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, 4 ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്: ബയോപ്സി, ആന്റിബോഡീസ് മെഷർമെന്റ്, ഹെമറ്റോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ആൻഡ് അതർ ഇൻവെസ്റ്റിഗേഷൻസ്. അങ്ങനെ 4 എണ്ണമാണ്. ഇനി നമ്മൾ പീഡിയാട്രിക്സില് പറയുമ്പോൾ ESPGHAN കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജി, ഹെപ്പറ്റോളജി ആൻഡ് ന്യൂട്രീഷൻ ആണ് അസോസിയേഷൻ. അതൊന്നും ഓർക്കണ്ട, അറ്റ്ലീസ്റ്റ് ഈ പേര് ESPGHAN ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് 3 ഗോൾഡ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ട്ലി ഇറ്റ് മീൻസ് ഡയഗ്നോസിസ് ഓഫ് സീലിയാക് ഡിസീസ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് സീലിയാക് ഡിസീസ് പോസിറ്റീവ് ആയിരിക്കണം, ബയോപ്സി പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന നമ്മള് ഗ്ലൂട്ടൻ ഉണ്ടായോണ്ടാണല്ലോ അവർക്ക് ഈ റിയാക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നിർത്തണം. അതാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ GFD. ഇത് മിനിമം ഒരു 12 ആഴ്ചയെങ്കിലും കൊടുത്ത് അപ്പോഴത്തേക്കും ഈ സിംറ്റംസ് ഡിക്രീസ് ആവുകയാണെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി മീൻസ് അത് സീലിയാക് ഡിസീസ് ആണ്. അതാണ് GFD എന്ന് പറഞ്ഞത്, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്. ഓക്കെ, ഇത് 3ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഓഫ് സീലിയാക് ഡിസീസ് എന്ന് നമ്മുടെ പീഡിയാട്രിക്സ് ടെസ്റ്റിലാണ് ഇത് പറയുന്നത്. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഈ 3 കാര്യങ്ങളാണ് എടുക്കുന്നത്. നമ്മൾ ഈ ബാക്കി ഹെമറ്റോളജിക്കൽ ആന്റിബോഡി ഒക്കെ നോക്കുന്നതിനേക്കാൾ നമ്മൾ ഇത് 3ആണ് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഒന്നുമില്ല, ഗ്ലൂട്ടന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടാണ് നമ്മൾ ഡിസീസ് പറയുന്നത്. ഇപ്പൊ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക, നമ്മുടെ പേഷ്യൻസിന് ഫ്രീക്വന്റ് ആയിട്ട് ഡയറ്റ് കൗൺസിലിംഗ് നടത്തുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ അതിന്റെ സപ്ലിമെന്റ്സും കൊടുക്കണം. ഓക്കെ, പിന്നെ ഇത്രയും ചെയ്തിട്ടും സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യുന്നില്ല. നമ്മൾ 12 വീക്സ് ആണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് മിനിമം നമ്മൾ കൊടുത്ത് നോക്കാൻ പറയേണ്ടത്. ഇത്രയും കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ബാക്കി എന്തും നമ്മൾ നോക്കാം. അപ്പൊ 12 വീക്സ് നമ്മൾ കൊടുത്തിട്ടും സിംറ്റംസ് ഇംപ്രൂവ് ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ബയോപ്സി റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാം, ചിലപ്പോൾ വേറെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും ആവാം. ഓക്കെ, ഇനി അടുത്ത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാലിഗ്നൻസി തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് മെയിൻലി കാണുന്നത് എൻറ്ററോപ്പതി അസോസിയേറ്റഡ് T-സെൽ ലിംഫോമ. ഞാൻ എഴുതാം, എൻറ്ററോപ്പതി അസോസിയേറ്റഡ് T-സെൽ ലിംഫോമ. മനസ്സിലാകുന്നുണ്ടോ? T-സെൽ ലിംഫോമ. പിന്നെ സ്മോൾ ബവൽ കാർസിനോമ, ഞാൻ ഷോർട്ട് ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. സ്മോൾ ബവൽ കാർസിനോമ, പിന്നെ സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് ഈസോഫാഗസ്. ഇതാണ് സ്ഥിരം
ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന മാലിഗ്നൻസീസ് ഒന്നുകൂടി പറയാം. എന്ററോപ്പതി അസോസിയേറ്റഡ് ടി സെൽ ലിംഫോമ, സ്മോൾ ബവൽ കാർസിനോമ ആൻഡ് സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് ഈസോഫാഗസ്. ക്ലിയർ ആണോ? പിന്നെ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഇതിന്റെ സംടൈംസ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ അൾസറേറ്റീവ് ജെജിനോ ഇലിയൈറ്റിസും ഇതിൻ മൂലം ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാം. അത് നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും സർജിക്കൽ റിസെക്ഷനും ഒക്കെ വേണ്ടി വരും. അത് കുറച്ചും കൂടെ അത് പക്ഷെ അതൊരു മാലിഗ്നൻസി അല്ല, അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതാണ് അൾസറേറ്റീവ് ജെജിനോ ഇലിയൈറ്റിസ്. അത് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുത്താണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അസോസിയേറ്റ് ചെയ്ത മാലിഗ്നൻസീസ് ഇത് മൂന്നാണ്. ഇത് അറിഞ്ഞിരിക്കണം. എന്ററോപ്പതി അസോസിയേറ്റഡ് ടി സെൽ ലിംഫോമ, സ്മോൾ ബവൽ കാർസിനോമ ആൻഡ് സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് ഈസോഫാഗസ്. ഓക്കെ ആണോ? അയ്യോ, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പാൻക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി ആൻഡ് മൈക്രോസ്കോപ്പിക് കൊളൈറ്റിസ്. പാൻക്രിയാറ്റിക് ഇൻസഫിഷ്യൻസിയും മൈക്രോസ്കോപ്പിക് കൊളൈറ്റിസും ആണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ രണ്ട് DDs. ഓക്കെ, സോ ഇതാണ് സീലിയാക് ഡിസീസിന്റെ ഇൻട്രൊഡക്ഷൻ, pathophysiology, clinical features, investigation, management, complications and differential diagnosis. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇനി ഇനി നമ്മൾ അടുത്ത് പോകുന്ന ട്രോപ്പിക്കൽ സ്പ്രൂ എന്ന അസുഖമാണ്. ഇത് ഈ പറയുന്ന സീലിയാക് ഡിസീസിന് ഒരുപാട് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു രണ്ടും നല്ല സിമിലർ ആണ്. പക്ഷെ കോസും പാത്തോഫിസിയോളജിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ട്രോപ്പിക്കൽ സ്പ്രൂ. പിന്നെ ഒരു കാര്യമുണ്ട്, സീലിയാക് ഡിസീസ് കാണുന്നത് കുറെ കൂടെ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലാണ്. ട്രോപ്പിക്കൽ സ്പ്രൂ പേര് പോലെ തന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള റീജിയനിലാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ ഒരു ക്രോണിക് ഡിസീസ് ആയിട്ട് വരുന്നതാണ് ട്രോപ്പിക്കൽ സ്പ്രൂ. പിന്നെ ഇത് മോസ്റ്റ്ലി ഇത് ഒരു അക്യൂട്ട് ഡയേറിയൽ ഡിസീസ് ഒക്കെ വന്നു പോയ ആൾക്കാരിൽ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ട്രോപ്പിക്കൽ സ്പ്രൂ. വളരെ റെയർ ആയിട്ടാണ് ഇത് ആദ്യം തന്നെ പ്രൈമറിലി ആയിട്ട് വരുന്നത്. സാധാരണ തന്നെ ഇത് ഇങ്ങനെ ഒരു അക്യൂട്ട് ഡയറിയൽ ഡിസീസ് പ്രസന്റേഷന് ശേഷമായിട്ടായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പാത്തോഫിസിയോളജി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനില് ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈക്കോളൈ, എൻറ്ററോബാക്ടർ ആൻഡ് ക്ലെപ്ഷിയെല്ല, ഈ 3 ബാക്ടീരിയസിന്റെയും ഓവർഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ബാക്ടീരിയ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എൻറ്ററോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻറ്ററോടോക്സിൻ ആണ് മ്യൂക്കോസൽ ഡാമേജ് ഉണ്ടാക്കി മാലബ്സോർപ്ഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ പാത്തോഫിസിയോളജി. ഇപ്പം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനില് ഈക്കോളൈ, എൻറ്ററോബാക്ടർ, ക്ലെപ്ഷിയെല്ല, മോസ്റ്റ് കോമൺലി ഈക്കോളൈ ആണ്. ഇത് ഓവർഗ്രോത്ത് നടന്നിട്ട് ഇത് എൻറ്ററോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻറ്ററോടോക്സിൻ നമ്മുടെ മ്യൂക്കോസിൽ ചെന്ന് ഡാമേജ് ചെയ്ത് മാലബ്സോർപ്ഷൻ കോസ് ചെയ്യും. ഇതാണ് അതിന്റെ പാത്തോഫിസിയോളജി. അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ സീലിയാക് ഡിസീസ് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഒരു അഡീഷണൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രോപ്പിക്കൽ സ്പ്രൂവില് ഏറ്റവും നന്നായിട്ട് എഫക്ട് ചെയ്യുന്നത് വൈറ്റമിൻ B12-നെയാണ്. അത് വളരെയധികം അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഈ വൈറ്റമിൻ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ സീലിയാക് ഡിസീസിനെ കാട്ടി കൂടുതൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ട്രോപ്പിക്കൽ സ്പ്രൂവിനാണ്. അപ്പൊ നമുക്കറിയാം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അത് നമുക്ക് ഹെമറ്റോളജിക്കലി നോക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ സീലിയാക് ഡിസീസിനെ കാട്ടി കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ട്രോപ്പിക്കൽ സ്പ്രൂവിലാണ്. പിന്നെ അസോസിയേറ്റ് ചെയ്ത് ആങ്കിൾ എഡിമ. ഞാൻ നേരത്തെ സീലിയാക് ഡിസീസ് പറഞ്ഞ എല്ലാ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഇതിലും ഉണ്ട്. പ്ലസ് അഡീഷണൽ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ആങ്കിൾ എഡിമ, പിന്നെ ഗ്ലോസൈറ്റിസ് തുടങ്ങിയ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി സിംറ്റംസ്, ഗ്ലോസൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, ഇതൊക്കെ നമുക്ക് ട്രോപ്പിക്കൽ സ്പ്രൂവിൽ കാണാൻ പറ്റും. ഓക്കെ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ആങ്കിൾ എഡിമ, ഗ്ലോസൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ് ഒക്കെ. ഓക്കെ, ഇനി ഇതിന്റെ DDs. അപ്പൊ ഇതുപോലെ പ്രസന്റ് ചെയ്യുന്ന വേറൊരെണ്ണം നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നത് ജിയാർഡിയാസിസ് ആണ്.
ഇതൊരു പാരസൈറ്റിക്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് GRDSS. കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ വർഷം GRDSS മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടില്ലേ? അതൊരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള DD, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഓക്കെ, ഹലോ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം ഇതൊരു നമ്മൾ ഈകോളൈ, എൻതെറോബാക്ടർ, ക്ലബ്ഷിയല്ല പോലുള്ള ബാക്ടീരിയ അല്ലേ. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ ആണ്. അതിന്റെ ഡോസേജ് ഉണ്ട് 250 milligrams 4 times daily. 4 times daily, and that too for 28 days. ഇതാണ് ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ ആണ് കൊടുക്കുന്നത്. 250 milligrams 4 times daily for 28 days. പിന്നെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B12 ആൻഡ് ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫോളേറ്റും സപ്ലിമെന്റ് ചെയ്യും. അത് നമ്മൾ കൊടുക്കുന്നത് ഒരു 5 milligrams ഡെയിലി കൊടുക്കും. 5 milligrams ഡെയിലി. ഇതാണ് മെയിൻലി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഈ ബാക്ടീരിയസിന്റെ വളർച്ച കൂടുതൽ സഹായിക്കുന്നതുകൊണ്ട് നമ്മൾ അവരോട് ഈ പറയുന്ന ട്രോപ്പിക്കൽ പ്ലേസിൽ നിന്ന് മാറാനും നിർദ്ദേശിക്കാറുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ടെട്രാസൈക്ലിനും ഫോളേറ്റും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രോപ്പിക്കൽ സ്ക്രൂ. ഇത്രേ ഉള്ളൂ ട്രോപ്പിക്കൽ സ്ക്രൂ. ഇത് രണ്ടും ക്ലിയർ ആണോ? ഒരു ഡൗട്ട് എന്തെങ്കിലും ഒന്നുമില്ലല്ലോ? ഓക്കെ, ഞാൻ അടുത്ത ഡ്യോഡനൽ അട്രീഷ്യ ആണ്. അതെ, ഇത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒരു സ്ലൈഡ് വല്ലതും? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് കുറച്ച് പടങ്ങൾ ആവശ്യമുണ്ട്, അതാണ് ഞാൻ ഇത് സ്ലൈഡ് പോലെ ആക്കിയതേ. എന്തോ അടുത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പുതിയ ടോപ്പിക് ആയിട്ട് തുടങ്ങാം.